അസ്സലാമു അലൈക്കും. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. അതായത് ബറാഅത്ത് നോമ്പ് നാം നിലകൊള്ളുന്ന ഈ 2024 എപ്പോഴാണ് ബറാഅത്ത് നോമ്പ് നോക്കേണ്ടത്? ആ ബറാഅത്ത് നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെ കരുതണം? എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഒരാൾ നിയ്യത്ത് മറന്നാൽ അയാൾക്ക് എന്താണ് പരിഹാരം? അതേപോലെ തന്നെ ഈ ബറാഅത്ത് നോമ്പിൻ്റെ മഹത്വം. ഈ ദിവസം നോമ്പ് നോക്കുന്നതിന് ഇസ്ലാമിൽ പ്രത്യേകമായ തെളിവുകളുണ്ടോ? ഫിഖിന്റെ കിതാബുകളിൽ മഹത്തുക്കൾ ഈ ദിവസം നോമ്പ് നോക്കാൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒപ്പം ഈ ബറാഅത്തിന്റെ ദിനം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ മറ്റു ഏതൊക്കെ ദിവസങ്ങളിലെ നോമ്പിനെ നമുക്ക് കരുതാൻ പറ്റും? മാത്രമല്ല, ഒരാൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വിശുദ്ധമായ റമദാൻ മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നോമ്പ് ഖളാ ആയിപ്പോയിട്ടുണ്ട് എങ്കിൽ ഈ ബറാഅത്തിന്റെ ദിവസം അയാൾക്ക് നോമ്പ് ഖളാ വീട്ടാൻ പറ്റുമോ? അങ്ങനെ ഖളാ വീട്ടുകയാണെങ്കിൽ നിയ്യത്ത് എങ്ങനെ കരുതണം? അതേപോലെ തന്നെ ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്, ആ നേർച്ചയാക്കിയ നോമ്പ് ഈ വിശുദ്ധമായ ബറാഅത്തിന്റെ ദിനം നോമ്പ് നോറ്റുവിടാൻ പറ്റുമോ? അങ്ങനെയാവുമ്പോൾ അവരുടെ നിയ്യത്ത് എങ്ങനെയാവണം എന്നിങ്ങനെ തുടങ്ങി വിശുദ്ധമായ ബറാഅത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഒരു മുസ്ലിം അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായ ഒരു വീഡിയോ ആണിത്. കൃത്യമായി ശ്രദ്ധിക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, വിശുദ്ധമായ ഇസ്ലാമിലെ ഏറെ പുണ്യമുള്ള ഒരു രാത്രിയാണ് ബറാഅത്ത് രാവ്. അതായത് ഷഅബാൻ 15 രാവിനിക്കാണ് ബറാഅത്തിന്റെ രാവ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇസ്ലാമിലേറെ പുണ്യമുള്ള ഒരു പകല് കൂടിയാണ് ബറാഅത്തിന്റെ ദിവസം, അതായത് ഷഅബാൻ 15 ദിവസം. നാം നിലകൊള്ളുന്ന ഈ 2024 ബറാഅത്ത് ദിനം കടന്നു വരുന്നത് ഫെബ്രുവരി 26 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ ബറാഅത്തിന്റെ നോമ്പ് നമ്മൾ നോറ്റുവിടേണ്ടത് ഫെബ്രുവരി 26 2024 ഫെബ്രുവരി 26 തിങ്കളാഴ്ചയാണ്. 2024 എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അടുത്ത വർഷങ്ങളിൽ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ ദിവസത്തിൽ എപ്പോഴാണോ, ആ വർഷം എപ്പോഴാണോ ബറാഅത്തിന്റെ ദിനം, അതായത് ഷഅബാൻ 15 കടന്നു വരുന്നത്, അന്നാണ് ഈ ബറാഅത്തിന്റെ നോമ്പ് നമ്മൾ നോറ്റുവിടേണ്ടത്. ഇനി അടുത്തത്, ഈ ബറാഅത്തിന്റെ നോമ്പ് നോക്കുന്നതിനേക്ക് ഇസ്ലാമിൽ പ്രത്യേകമായ തെളിവുകളുണ്ടോ എന്നുള്ള വിഷയമാണ്. ഈ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ ഈ മിറാജിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോകൾ ചെയ്തു, അതിന്റെ നിയ്യത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് പേര് അതിൽ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ചില ആളുകളെ വെറുതെ ഒന്ന് സംശയിപ്പിക്കാൻ വേണ്ടി ചില കമന്റുകളും ഇട്ടുവരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹത്തുക്കളായ മുൻഗാമികൾ പല ആളുകളും നോറ്റുപോയി അവരൊക്കെ ഏറെ പുണ്യം കൽപ്പിച്ച ഒരു നോമ്പ് കൂടിയാണ് വിശുദ്ധമായ ബറാഅത്തിന്റെ നോമ്പ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കാം. മഹാനായ ഇമാം റംലി റഹിമഹുല്ല അവിടുത്തെ ഫതാവയിൽ ഈ ദിവസം നോമ്പ് നോക്കുന്നതിനേക്ക് ഏറെ പുണ്യമുണ്ട് എന്നുള്ള വിഷയം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ബറാഅത്ത് ദിനം കടന്നു വരുന്നത് ഷഅബാൻ 15 ദിവസമാണ്. ഈ ഷഅബാൻ 15 എന്നുള്ളത് ഒരു അറബി മാസം 13, 14, 15 ഈ 3 ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളതിനും ഏറെ മഹത്വമുണ്ട്. അത് ഏത് മാസമായാലും. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദുൽഹിജ്ജ മാസത്തിൽ ദുൽഹിജ്ജ 13 നോമ്പ് നോക്കരുത്. കാരണം അത് അയ്യാമ തശ്രീഖിന്റെ ദിവസമാണ്. അതേ സമയത്ത് ദുൽഹിജ്ജ 16 നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വമുണ്ട്. ഇനി മറ്റും ഏത് മാസങ്ങൾ എടുത്താലും 13, 14, 15 ഈ 3 ദിനങ്ങളും നോമ്പ് നോക്കുന്നതിന് ഏറെ മഹത്വമുണ്ട്. ഇതിനെ അയ്യാമുൽ ബീലിന്റെ ദിവസങ്ങൾ എന്നാണ് പറയാം. ആ വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇനി അത് മാത്രമല്ല, ഈ വർഷം ബറാഅത്ത് ദിനം കടന്നു വരുന്നത് തിങ്കളാഴ്ചയാണ്. ഏതായാലും എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ വർഷം ബറാഅത്തിന്റെ നോമ്പ് നോക്കുന്ന ഒരു വ്യക്തിക്ക് പ്രധാനമായും 3 സുന്നത്ത് നോമ്പുകൾ നമുക്ക് നോറ്റുവിടാൻ പറ്റും. ഇനി 3 സുന്നത്തുകൾ നോമ്പുകൾ എന്ന് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒന്ന് ബറാഅത്തിന്റെ നോമ്പ്, അതേപോലെ തന്നെ അയ്യാമുൽ ബീലിന്റെ നോമ്പ്, അതേപോലെ തന്നെ തിങ്കളാഴ്ചയുടെ നോമ്പ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ നിയ്യത്ത് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനി അത് മാത്രമല്ല, ഷഅബാൻ മാസം എന്നുള്ളത് ഓൾറെഡി നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള മാസമാണ്. അതായത് റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള മാസമായി ഫിഖിന്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നത് അത് മുഹറം മാസമാണ്. പിന്നെ റജബ് മാസവും, പിന്നെ ദുൽഹിജ്ജ മാസവും, പിന്നെ ദുൽഖഅദ മാസവും, അത് കഴിഞ്ഞാൽ ഷഅബാൻ മാസവും പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും അവിടെയും ഷഅബാൻ മാസം
നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള ഒരു മാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ ദിവസം പ്രത്യേകം നോമ്പ് നോക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ വാദിക്കുന്നത് ചില ഇതിന് പ്രത്യേകമായ തെളിവുകളോ മറ്റോ ഉണ്ടോ എന്നുള്ള വിഷയത്തിലാണ്. നമ്മളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ചെയ്യുന്ന ഫിഖ്ഹിപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ അവലംബമാക്കുന്നത് മഹത്തുക്കളുടെ, ഫിഖ്ഹിലെ ഇമാമിങ്ങളുടെ അവരുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ അവരുടെ ഫത്വകളും ഒക്കെയാണ്. മഹാനായ ഇമാം റംലി റഹിമുള്ള തന്നെ അവിടുത്തെ ഫതാവയിൽ ഈ ദിവസം നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വമുണ്ട് എന്നുള്ള വിഷയം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ദിവസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിയത്തിലേക്ക് വരാം. അതായത് ബറാഅത്തിന്റെ ദിവസം കടന്നു വന്നാൽ ഈ ബറാഅത്തിന്റെ രാത്രി, അതായത് ഷഅബാൻ 15 രാത്രി നമ്മൾ മാക്സിമം അവിടെ 3 യാസീനുകൾ ഓതുന്നുണ്ട്, ദുഹാൻ സൂറത്ത് ഓതും, അതുപോലെ മറ്റു ദിക്റുകളൊക്കെ ചൊല്ലും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിനെല്ലാം പുറമെ നമ്മൾ നന്നായി രാത്രികളിൽ നിസ്കരിക്കാൻ തയ്യാറാകണം. ഒപ്പം പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് വലിയ മഹത്വമുണ്ട്, ആവശ്യം മനസ്സിലാക്കാം. അങ്ങനെ ബറാഅത്തിന്റെ ദിനം ഒരാൾ നോമ്പ് നോക്കുമ്പോൾ നാളത്തെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചാൽ മതി. എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? നാളത്തെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു അയ്യാമുൽ ബീദിന്റെ നോമ്പ്, അതേപോലെ തന്നെ ഈ വർഷമായതുകൊണ്ട് തിങ്കളാഴ്ചയുടെ നോമ്പ് നമുക്കൊന്നിച്ച് കരുതാം എന്ന്. അപ്പൊ നാളത്തെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അയ്യാമുൽ ബീദിന്റെയും തിങ്കളാഴ്ചയുടെയും സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ മതി. നിയത്ത് മലയാളത്തിലായാലും മതി, ആ വിഷയം പ്രത്യേകം മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് സുന്നത്തായ നോമ്പുകൾക്ക് നമ്മുടെ ഷാഫി മദ്ഹബില് നിയത്ത് സുബ്ഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരാൾ അത്തായ സമയത്ത്, സുബ്ഹി ബാങ്കിന് ഒരൽപ്പം മുമ്പ് അത്തായ സമയത്ത് ഉണർന്ന് നിയത്ത് വെക്കാണെങ്കിൽ പോലും അയാൾ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതായത് നാളത്തെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അയ്യാമുൽ ബീദിന്റെയും തിങ്കളാഴ്ചയുടെയും സുന്നത്ത് നോമ്പോട് കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്തിൽ കരുതേണ്ടത്. അത്തായ സമയത്താണെങ്കിലും അത് റമദാൻ മാസത്തിലാണെങ്കിലൊക്കെ നാളെ എന്ന് തന്നെയാണ് നമ്മൾ നിയത്തിൽ കരുതേണ്ടത്. എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് ഒരാൾക്ക് സുബ്ഹിക്ക് മുമ്പ്, സുബ്ഹി ബാങ്കിന് മുമ്പ് നിയത്ത് വെക്കാൻ മറന്നുപോയാൽ ഉച്ചയ്ക്ക് മുമ്പ് നിയത്ത് വെച്ചാലും മതി. അപ്പൊ സുബ്ഹി ബാങ്കിന് മുമ്പ് ഒരാൾ നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ സുബ്ഹിക്ക് ശേഷം ഇന്നത്തെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ ഇന്നത്തെ ബറാഅത്തിന്റെയും അയ്യാമുൽ ബീദിന്റെയും തിങ്കളാഴ്ചയുടെയും സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ ഒരാൾക്ക് നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഷഅബാൻ മാസം എല്ലാ ദിവസങ്ങളും നോമ്പ് നോക്കി വരുന്ന ഒരാളുകളാണെങ്കിൽ എല്ലാ ദിവസവും അയാൾ ഷഅബാനിലെ നാളത്തെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെക്കുന്നുണ്ടാകും. ആ നിയത്തോടു കൂടെ ഇങ്ങനെയും അയാൾക്ക് ഈ പറഞ്ഞ നിയത്തുകളൊക്കെ അവർക്ക് കരുതാവുന്നതാണ്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, കഴിഞ്ഞ വർഷങ്ങളിൽ റമദാൻ മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നോമ്പോട് കൂടെ കരുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും റമദാൻ മാസം ഒരാൾക്ക് നോമ്പ് ഖളായി പോയിട്ടുണ്ടെങ്കിൽ, റമദാൻ മാസം നോമ്പ് നോക്കുക എന്നുള്ളത് നോമ്പ് നോക്കാൻ പ്രായപൂർത്തിയും ബുദ്ധിയും അതേപോലെ തന്നെ നോമ്പ് നോക്കാൻ കഴിവുമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ നിർബന്ധമായ അമലുകൾക്ക്, നിർബന്ധമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ കൊടുക്കണം. അപ്പൊ റമദാൻ മാസം നോമ്പ് ഖളായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോമ്പ് ഖളാ വിട്ടണം. അങ്ങനെ ഖളാ വിട്ടാൽ മറ്റു ദിവസങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ ഇതുപോലത്തെ സുന്നത്തായ നോമ്പുകൾ പ്രത്യേകമായി കടന്നു വരുന്ന ദിനങ്ങളെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ റമദാൻ മാസം ഖളായി പോയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലായിട്ട് നിയത്ത് വെക്കാം. മറ്റു സുന്നത്ത് നോമ്പുകളെയും നമുക്ക് കരുതാൻ പറ്റും. ഇനി ഫർളായ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുക, നിയത്ത് സുബ്ഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്, അതായത് ഒരു ദിവസം നോമ്പ് നേർച്ചയാക്കി, എപ്പോഴെന്ന് അയാൾ കരുതിയിട്ടില്ല എങ്കിൽ അയാൾക്ക് ഈ ദിവസം നോമ്പ് നോക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പോട് കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അയാൾക്ക് നോമ്പ് നോക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കുക. ഇനി ഒരാൾ നോമ്പ് നേർച്ചയാക്കിനി എന്ന് പറയുമ്പോൾ ആ നേർച്ചയാക്കലോട് കൂടെ അത് നോമ്പ് നോക്കാൻ ഫർളായി. അപ്പോൾ ഒരാൾക്കൊരു ഭാഗത്ത് നേർച്ചയാക്കിയ ഒരു ഫർളാക്കപ്പെട്ട നോമ്പുണ്ട്, മറ്റൊരു ഭാഗത്ത് റമദാൻ മാസം ഖളായി പോയ ഒരു ഫർളാക്കപ്പെട്ട നോമ്പുണ്ട്.
എന്നാൽ ഈ 2 ഫർദ് നോമ്പുകളും ഒന്നിച്ചൊരു ദിവസം നോക്കാൻ പറ്റൂല. അതായത് പറഞ്ഞതിന് താല്പര്യം ഇത്രയാണ്, ഒരു ഫർദായ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സുന്നത്തിനെ നമുക്ക് കരുതാൻ പറ്റും. അതേ സമയത്ത് 2 ഫർദ് നോമ്പുകൾ ഒറ്റ ദിവസം നോക്കാൻ പറ്റൂല. അത് വേറെ വേറെ തന്നെ ദിവസങ്ങൾ നോക്കണം. ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയം എന്നുള്ളത്, ഒന്ന് ബറാഅത്തിന്റെ നോമ്പ്, അതിന്റെ മഹത്വം, തെളിവ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒപ്പം ബറാഅത്തിന്റെ നോമ്പിനോടൊപ്പം നമുക്ക് കരുതാൻ പറ്റുന്ന മറ്റു നോമ്പുകളെ പറ്റി നമ്മൾ സംസാരിച്ചു. അതേപോലെ തന്നെ റമദാൻ മാസം ഖളായിപ്പോയവർക്ക് ഈ ദിവസം നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം പറഞ്ഞു. നേർച്ചയാക്കിയത് മൂലം ഫറലാക്കപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി ഈ നോമ്പ് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ മനസ്സിലാക്കുക, അവര് നോമ്പ് നോക്കുന്നില്ല എങ്കിലും ഈ പകൽ സമയവും വളരെ ആദരവോടെ കൊണ്ടാടാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ട്, സലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടൊക്കെ അവർ നിലകൊള്ളാം. അള്ളാഹു എല്ലാവർക്കും സമാധാനവും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ദുആവസിയത്തുകളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും എല്ലാവരുടെയും പ്രശ്നങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് കാണുന്ന എല്ലാ ആളുകളും പരസ്പരം ദുആ ചെയ്യുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിത്തന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പാരത്രിക ലോകത്ത്, സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും ഒക്കെ അള്ളാഹു വിജയത്തിലും വെളിച്ചത്തിലും സന്തോഷത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആവസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒപ്പം പലപ്പോഴുമായി ഞാൻ നിങ്ങളോട് ഉണർത്തിയ നമ്മുടെ അഭിമാനമായ 1500ഓളം വരുന്ന അനാഥകളും ഹാഫിലീങ്ങളും മുതഅല്ലിമീങ്ങളും പഠിക്കുന്ന മുഹിമ്മാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ സഹകരിക്കുകയും, ഇന്നലെ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞത് ഈ മുഹിമ്മാത്തിന്റെ വിഷയം വീഡിയോ കണ്ട് ഞാൻ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ മുഹിമ്മാത്തിന്റെ വിഷയം അറിഞ്ഞ ഓരോരുത്തരും മുഹിമ്മാത്തിന്റെ പ്രചാരകര് കൂടിയായി മാറണമെന്നത് കൂടി ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അവന് പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും.